ನಾನು ಚಂದ್ರಶೇಖರ ಏತರ್ಕ. ಈಗ ನಾನು ಏತರ್ಕದ ಸಮೀಪದ ಪುತ್ರಕಳದಲ್ಲಿದ್ದೇನೆ. ಪುತ್ರಕಳ ಈ ದಿವಸ ಬಹಳಷ್ಟು ಒಂದು ಚಟುವಟಿಕೆಯ ಕೇಂದ್ರ ಆಗಿದೆ. ಈ ಮೂರಕಲ್ಲಿನ ಈ ಗುಡ್ಡದಲ್ಲಿ ಮುಮ್ತಾಜ್ ಎನ್ನುವ ಮಲಯಾಳ ಸಿನಿಮಾದ ಶೂಟಿಂಗ್ ನಡೀತಾ ಇದೆ. ನಾವೀಗ ಮುಮ್ತಾಜ್ ಈ ಸಿನಿಮಾದ ಹೀರೋಯಿನ್ ಮನೆ ಇಲ್ಲೇ ಇದೆ ನೋಡಿ, ಇಲ್ಲಿ ಶೂಟಿಂಗ್ ನಡೀತಾ ಇದೆ. ಈ ಪ್ರದೇಶ ಇಡೀ ಮಲಯಾಳಂ ಸಿನಿಮಾ ಈಗ ಉತ್ತರ ಕೇರಳದ ಅನೇಕ ಭಾಗಗಳತ್ತ ಆಕರ್ಷಿತಗೊಂಡಿದೆ. ಇಲ್ಲಿನ ಒಳ್ಳೆಯ ಪ್ರದೇಶಗಳನ್ನು ಹುಡುಕುತ್ತಾ ಇದ್ದಾರೆ. ಸದ್ಯ 10-12 ದಿವಸ ಮುಮ್ತಾಜ್ ಸಿನಿಮಾದ ಶೂಟಿಂಗ್ ಏತರ್ಕ ಸಮೀಪದ ಈ ಪುತ್ರಕಳದಲ್ಲಿ ಆಗ್ತಾ ಇದೆ. ಬನ್ನಿ ನೋಡೋಣ ಏನೆಲ್ಲ ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಶೂಟಿಂಗ್ ಯಾವ ಥರ ನಡೀತಾ ಇದೆ ಎಲ್ಲ ಮುಂದಿನ ನಮ್ಮ ವಿಡಿಯೋದಲ್ಲಿ ನಿಮ್ಗೆ ಕಾಣ್ಬೋದು. ಬನ್ನಿ. ಫಿಲ್ಮ್ ಇಂಡಿಯಾ ಬೇರೆ എന്താ ഇത് മുംതാസ് മുംതാസ് താങ്കളുടെ റോൾ എന്താ? ഞാൻ അതിലൊരു തട്ടുകടയായിട്ടാണ്. അതെ. ഷൂട്ടിംഗ് കഴിഞ്ഞു? എൻ്റെത് കഴിഞ്ഞു, എൻ്റെ സീന് കഴിഞ്ഞു. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് വിനോദ് കുമാറാണ്. കിന്നിങ്ങാറാണ്. കിന്നിങ്ങാർ നമ്മളെ അതെ. ആരാ ഈ ഫിലിമിൻ്റെ ഡയറക്ടർ? അത് അവരെ ലേഡി അല്ലേ, ഒരു ലേഡി അല്ലേ? ലേഡിയുടെ പേര് ഫർസാന എന്നിട്ട് നമ്മളെ കാസർഗോഡ് ചൗക്കി. പിന്നെ ഞാൻ എൻ്റെ ലൊക്കേഷൻ മാനേജർ. പേരെന്താ? എൻ്റെ സുനിൽ ദ്വാരക. ഞാൻ മാവിനകെട്ടാണ്. അല്ല നമ്മുടെ നാട്ടുകാരനെ. പിന്നെ ഇതില് മെയിൻ പ്രത്യേകത പറഞ്ഞെങ്കിൽ ഇതില് എല്ലാം കൂടുതൽ പെണ്ണുങ്ങ തന്നെ ഇതിലുള്ള, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് പിന്നെ കോസ്റ്റ്യൂം ഡയറക്ടർ എല്ലാം കൂടുതലും പെണ്ണുങ്ങ തന്നെ. അവര് പ്രത്യേകത. പിന്നെന്താ പറഞ്ഞെങ്കിൽ നമ്മളെ ഇപ്പൊ ഈ ചുറ്റുപാട് തന്നെ ഫുള്ള് ഷൂട്ടിംഗ് എല്ലാം നിർച്ചാല് മാന്യ. പിന്നെ പുത്രകള. അപ്പൊ എന്താ പറഞ്ഞെങ്കിൽ നാട്ടുകാരുടെ നല്ല സഹകരണമുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ചില ലൊക്കേഷനിലെല്ലാം പ്രശ്നമെല്ലാം, അതായത് ഷൂട്ട് ചെറിയ ടീലെല്ലാം ആളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഒരു ശല്യമില്ല. അപ്പൊ ഞങ്ങളോട് കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങളല്ലേ ഇത് പ്രീ വെഡിങ് ഷൂട്ടിംഗ് ഇതുപോലത്തെ കുറെ ഷൂട്ടിംഗ് ആണ്. അതെ നല്ല സത്യം പറഞ്ഞാൽ കാസർഗോഡ് നല്ല നല്ല ലൊക്കേഷനും ഉണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട്, കുറെ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു സ്റ്റേജ് കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. അഥവാ ഒരുത്തനൊരു കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവർക്ക് എന്നും അവഗണന മാത്രം, സപ്പോർട്ട് ഇല്ല. നിങ്ങൾ ലോക്കൽ ആൾക്കാർ ലോക്കൽ ലൊക്കേഷനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. അങ്ങനെ ഇത് സ്റ്റോറി എന്താ? ഇത് ഒരു പഠന സംബന്ധമായിട്ടുള്ള ഒരു ഇത് അത്ര തന്നെ. പിന്നെ കൂടുതൽ ಲಿಮಿಟೆಡ್ ಆಯ್ತು പറയാം. ನಮ್ಮ ನೇಪಾಳ ಪ್ರೇಮ್ ಇದ್ದಾರೆ, ಚೆರುವಣಿಯವರು. ಅವರು ಈ ಒಂದು ಮಲಯಾಳ ಶೂಟಿಂಗ್ಗೋಸ್ಕರ ತಮ್ಮ ಹಾಡುಗಳನ್ನು ಬಳಸ್ತಾ ಇದ್ದಾರೆ, ವೆಯ್ಟಿಂಗಿಗೆ ಕಾಯ್ತಾ ಇದ್ದಾರೆ ನೋಡಿ. ನಾನು ಆಗ ಶೂಟಿಂಗ್ ಸ್ಥಳಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ಈಗ ನೋಡೋಣ ಏನೆಲ್ಲ ಅವರ ಕತೆ ಏನಿದೆ, ಯಾವ ರೀತಿ ಶೂಟಿಂಗ್ ಮಾಡ್ತಾರೆ ನೋಡೋಣ. ಇಡೀ ಯೂನಿಟ್ ತಯಾರಾಗ್ತಾ ಇದೆ, ಸಿದ್ಧತೆ ಮಾಡ್ತಾ ಇರೋ ರೋಡ್ನ ಒಂದು ಸೀನ್ ಅಂತೆ. ನೋಡೋಣ ಏನು ಮಾಡ್ತಾನೆ. ಕ್ಯಾಮರಾ ಪೊಸಿಷನ್ ಮಾಡಿದ್ದಾರೆ, ರಿಕ್ಷಾ ಇದೆ, ರಿಕ್ಷಾದಲ್ಲಿ ಹಾಡುಗಳಿವೆ, ಎಲ್ಲರೂ ಸಿದ್ಧವಾಗ್ತಾ ಇದೆ. ಇದೊಂದು ತಂಡದ ಕೆಲಸ. ಮಹಿಳೆಯರು ತುಂಬ ಲೀಡಿಂಗ್ ರೋಲಲ್ಲಿದ್ದಾರೆ ನೋಡಿ. ಕ್ಯಾಮರಾ ಆಪರೇಟರ್ಸು, ಡೈರೆಕ್ಟರ್ಸು ಎಲ್ಲ ಮಹಿಳೆಯರೇ ಇದನ್ನು ನಿಭಾಯಿಸ್ತಾ ಇದ್ದಾರೆ. ಈ ತಂಡದ ಒಂದು ಸ್ಪೆಷಾಲಿಟಿ ಅದಂತ. ಇದು ತೆಗಿತಾ ಇದ್ದಾರೆ. ಇದರ ಒಳಗೆ ಕ್ಯಾಮರಾ ಇಟ್ಟುಕೊಂಡು ಹಾಡಿನ ಹತ್ತಿರದಿಂದ ಶೂಟಿಂಗ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. Congratulate you because you have come to my place, Putrakala, in Kasaragod district. I am from Yetarka, very near to this Putrakala place. So, how do you feel? Because you are a Kasaragodian, no? Yeah, Kasaragod. And I am very proud that a Kasaragodian is a director of a film, which is
especially female. I studied that your team has got many talented people, all female members. So what do you say about your team? Your team. ഒന്നാമത് Yeah. can I Oh speak yeah, in the- yeah. You tell me. ഒന്നാമത് ഞാൻ ഈ ഒരു KSFDCൻ്റെ പ്രൊജക്റ്റിൽ വരുന്നത് ഞാൻ ഒന്നാമത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മൂവി ഷൂട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമെല്ലാം ചെയ്തിട്ടുണ്ട്. മൂവി ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഒന്നാമത് കാസർഗോഡുള്ള പെണ്ണുങ്ങളാരും ഈ സിനിമയിൽ കയറുന്ന, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊന്നും സിനിമയിൽ കയറുകയൊന്നും ചെയ്യൂല. അപ്പോൾ എൻ്റെ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർ ബിനിയ സഫർ. അപ്പോൾ ഇതിലേക്ക് KSFDCൻ്റെ ഒരു ഈ പ്രൊജക്റ്റ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുമാത്രമല്ല പിന്നെ അതിൻ്റെ എനിക്ക് എക്സ്പീരിയൻസിലുള്ള ക്രൂസ് കിട്ടിയത് മെയിനായിട്ട് അതും ഭയങ്കര സന്തോഷമാണ്. So very adventurous career, I think, directing a film. Yeah. So had you any past experience or how you came to this field? എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് വന്നു? ഹസ്ബൻഡ് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിന് ഭയങ്കര ഈ സിനിമയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ 2011 നമ്മളൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്തു. അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെയും കുറേ നോക്കിക്കൊണ്ടായിരുന്നു, കുറേ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഗവൺമെൻറ് പ്രൊജക്റ്റിനെ പറ്റി നമുക്കറിയുന്നതും അതിൽ പ്രൊജക്റ്റിൽ അയക്കുന്നതും പിന്നെ എനിക്ക് കിട്ടുന്നതും. അത് ഭയങ്കര സന്തോഷമുണ്ട്. എന്ത് സ്റ്റോറി ലൈൻ? അത് ഒരു ദരിദ്രരായ പൂർ ഫാമിലി, അവരെ ഉമ്മയും മോളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, മാനസിക സംഘർഷങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ടീമിൻ്റെ മറ്റേ ഫീമെയിൽ ടെക്നീഷ്യൻസ് ഓർ എക്സ്പെർട്സ് ആരെല്ലാം ഉണ്ട്? നിങ്ങളുടെ കോസ്റ്റ്യൂമിൻ്റെ ഇവർ ഇതല്ലേ, കോസ്റ്റ്യൂം ക്യാമറമാൻ? അല്ല, ഇപ്പോൾ ക്യാമറമാൻ പോപ്പുലർ DOP ആണ് എനിക്കുള്ളത്, ബൗദിയ ഫാത്തിമ. പിന്നെ അതുപോലെ എല്ലാ ക്രൂസും, ലൈൻ പ്രൊഡ്യൂസർ റത്തീന, അവർ ഫേമസ് ഡയറക്ടറാണ്. എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ആ ടീം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇത്ര നന്നായിട്ട് എനിക്ക് ചെയ്യാനും എൻ്റെ കംഫർട്ടബിളും ഇത് ചെയ്യാനും എനിക്ക് ഇപ്പം പറ്റുന്നത്. ഉള്ളില്ല, നല്ലതുപോലെ ഇനി ചെയ്യാൻ പറ്റും തന്നെയാണ്. ഇതുവരെ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്, ഇനി നല്ലതുപോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രീന് ഇപ്പോൾ കാസർഗോഡ്, ഇപ്പോൾ നോർത്തേൺ കേരള ദേ ആർ മോർ അട്രാക്റ്റഡ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ലൊക്കേഷൻ കാസർഗോഡ് വിതിൻ, സോ വി ആർ വെരി പ്രൗഡ് ഓഫ് യു ബിക്കോസ് യു ഹാവ് taken up this project in our area. So ഇപ്പോൾ ഹോൾ മലയാളം മൂവീസ് ആർ ഫോക്കസ്ഡ് ഇൻ കാസർഗോഡ്, നോർത്തേൺ കേരള, അങ്ങനെ ഉണ്ടോ? അല്ല, അപ്പോൾ ഈ ലൊക്കേഷൻ്റെ പറ്റിയിട്ട് എന്ത് പറയാനുണ്ട്? ഈ ലൊക്കേഷന് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയതിൽ ആ ഒരു ടെറൈന് പറ്റിയ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുത്രക്കള സംഭവം കാണണം. അപ്പം എൻ്റെ ആ കഥക്ക് മാച്ചായിട്ടുള്ള ഒരു സ്ഥലമാണ്, ലൊക്കേഷനാണ് ഈ പുത്രക്കള. സോ യു ആർ വെരി വെരി ഹാപ്പി ടു. അപ്പോൾ ഈ ലൊക്കേഷൻ ഒരു നല്ല ഒരു ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതുമ്പോൾ തന്നെ ഈ സ്ഥലം ഞാൻ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കഥനെ, ഈ ഒരു സ്ഥലത്തിന്, അതായത് ഈ പുത്രക്കള ലൊക്കേഷനെ ആസ്പദമാക്കി തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ബാക്കിയും കൂടി എഴുതി തീർത്തത്. ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് തന്നെയാണ് പിന്നെ നിങ്ങൾ എഴുതിക്കൊണ്ടുണ്ടായിരുന്നു. ആ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു ടെറൈൻ, ഈ ഒരു ഇതാക്കി തന്നെയാണ് ആ കഥ ഞാൻ എഴുതിയത്. കാരണം ഇവിടെയുള്ള ഓരോ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഇതും ആ കഥയിൽ ഓൾറെഡി ഉണ്ട്. ഇനിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത്, നിങ്ങൾ ലോക്കൽ ആർട്ടിസ്റ്റിനെ നല്ലോണം ഉപയോഗിച്ചില്ല അല്ലേ? ഹാപ്പി ദാറ്റ് വി ആർ ഓൾ താങ്ക്ഫുൾ ടു യു. എല്ലാവർക്കും ഇതിൽ ഞാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ കാസർഗോഡ് വന്നാലും ആക്ട് ചെയ്യാന്നുള്ളത്, ആക്ട് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമുള്ള എല്ലാവരും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വേർ യു ഹാവ് സ്റ്റഡീഡ്? കാസർഗോഡാണ് ഞാൻ സ്റ്റഡി, മൊത്തം കാസർഗോഡ് തന്നെയാണ്. ഹസ്ബൻഡ് ട്രിവാൻഡ്രാണ്. പിന്നെ 2 കുട്ടികളുണ്ട്. മോന് ട്രിവാൻഡ്രം പഠിക്കുന്നത്, മോള് കല്യാണം കഴിച്ചത്. പിന്നെ ഉപ്പ PK മഹിൻ. നമ്മൾ കാസർഗോഡുള്ള സിലോൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഉമ്മ ജമീല, 2 മക്കള്. മോൻ്റെ പേര് മുഹമ്മദ് ഫാസിർ, മോളെ പേര് ഐഷ ഫാദില. അവർ
ഗൾഫിലാണ് കല്യാണം കഴിഞ്ഞ്. അപ്പോൾ അഫ്സൽ എന്നാണ് അവളെ ഹസ്ബൻഡ്. അവൾക്ക് 2 കുട്ടികൾ. പിന്നെ നല്ല സന്തോഷമുള്ള ഒരു ഫാമിലിയാണ്. ഒരു നല്ല ടീം. എല്ലാവരും എനിക്ക് സപ്പോർട്ട്, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഈ ഒന്നാമത് ഈ കാസർഗോഡുള്ള പെണ്ണുങ്ങൾ ആരും ഇങ്ങനെ സിനിമയായിട്ട് ഇതൊന്നും ചെയ്യൂല. എന്നാലും എൻ്റെ കാര്യത്തിൽ എല്ലാവരും ಶೂಟಿಂಗ್ ಸ್ಥಳಕ್ಕೆ ನಾನು ಹೋಗ್ತಾ ಇದ್ದೇನೆ. ಇದು ಏತರ್ಕದ ಸಮೀಪ ಉತ್ತರಕಳ ಬೆಟ್ಟದಲ್ಲಿ. ಈ ಉತ್ತರಕಳದ ಜಾಗದ ಬಗ್ಗೆ ಅನೇಕ ವಿಡಿಯೋಗಳು ನಾನು ಹಿಂದೆ ಮಾಡಿದ್ದೆ. ಬಟ್ ಇವತ್ತು ಒಂದು ಡಿಫ್ರೆಂಟ್ ಶೂಟಿಂಗ್ ಇಲ್ಲಿ ನಡೀತಾ ಇದೆ. ಕಾಸರಗೋಡಿನವರೇ ಅದರ ಡೈರೆಕ್ಟರ್ಸ್ ಇಡೀ ನಿರ್ಮಾಣವನ್ನು ಮಾಡ್ತಾಯಿದ್ದಾರೆ. ಈ ಶೂಟಿಂಗ್ ತಂಡ ಇಲ್ಲಿದೆ, ಎಲ್ಲ ವೆಯ್ಟ್ ಮಾಡ್ತಾಯಿದ್ದಾರೆ ನೋಡೋಣ. ಇದರಲ್ಲಿ ನಮ್ಮ ಪರಿಸರದವರೇ ಆದ ಬೆಳೇರಿಯವರು ವಿನೋದ್ ಕುಮಾರ್ ಇದ್ದಾರೆ. ಅವರು ಈಗಾಗಲೇ 4-5 ಸಿನಿಮಾದ ಸಂಪೂರ್ಣ ಮಾಡಿದ್ದಾರೆ. ದೊಡ್ಡ ತೆರೆಯಲ್ಲಿ ಬರುವಂಥ ಸಿನಿಮಾಗಳಲ್ಲಿ ಆ್ಯಕ್ಟ್ ಮಾಡಿದ್ದಾರೆ. ಬಹಳ ಒಂದು ಒಳ್ಳೆಯ ಚಿತ್ರನಟ ಅವರು, ನಮ್ಮ ಊರಿನವರೇ. ಈ ಸಿನಿಮಾದೊಂದು ಒಂದು ಪ್ರಾಮುಖ್ಯ ತಟ್ಟು ಕಡೆ ಒಂದು ರೋಲ್ನಲ್ಲಿ ಅದು ಮಾಡ್ತಾರೆ. ನಮ್ಮ ಸತ್ಯನಾರಾಯಣ ಬೆಳ್ಳೇರಿ ಪದ್ಮಶ್ರೀ ಸತ್ಯನಾರಾಯಣ ಬೆಳ್ಳೇರಿ ಅವರ ಮನೆ ಪಕ್ಕದಲ್ಲೇ ಇರೋರು, ನಮ್ಮ ಊರಿನವರೇ. ಒಂದು ಒಳ್ಳೆ ಇಂಪಾರ್ಟೆಂಟ್ ರೋಲ್ನಲ್ಲಿದ್ದಾರೆ. ಈಗಾಗಲೇ ಸಿನಿಮಾದಲ್ಲಿ ಲೊಕೇಶನ್ ಮ್ಯಾನೇಜರಾಗಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅನ್ನೋದು ನಮಗೆಲ್ಲ ಹೆಮ್ಮೆ. ಒಳ್ಳೆ ನಟ ಅವರು. ನೋಡಿ, ಈ ಸಿನಿಮಾದಲ್ಲೂ ಅವರ ಪಾತ್ರವನ್ನು ನಿಮ್ಮ ಮುಂದೆ ಕಾಣ್ಬೋದು. ಶೂಟಿಂಗಿಗೆ ಯೂನಿಟ್ನವರೆಲ್ಲ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ನೋಡೋಣ, ನಾವು ಹೋಗೋಣ. ಇಲ್ಲೊಂದು ಇರುವಂಥ ಮನೆಗೆ ಒಂದು ಸ್ವಲ್ಪ ಒಂದಿಷ್ಟು ಸೆಟ್ಟಿಂಗ್ಸ್ ಎಲ್ಲ ಮಾಡಿದ್ದಾರೆ. ಯೂನಿಟ್ ಶೂಟಿಂಗ್ಗೆ ತಯಾರಾಗ್ತಾ ಇದೆ. ಸರ್, നിങ്ങൾ ടെക്നീഷ്യൻ ലൈറ്റിങ്ങിൻ്റെ. ഓക്കെ. യു ആർ ഫ്രം വിച്ച് പ്ലേസ്? എവിടെ എത്ര നാട്ടുകാർ? ಇಡುಕಿಂದೆ. ಸೊ ಇಡುಕಿಯವರು ಬಂದಿದ್ದಾರೆ. ಅವರು ಲೈಟಿಂಗ್ ವ್ಯವಸ್ಥೆಯ ಒಬ್ಬರು ಮುಖ್ಯಸ್ಥರು. ನೋಡಿ, ಯೂನಿಟ್ ಕೆಲಸ ಆರಂಭ ಮಾಡಿದೆ. ಇನ್ನೀಗ ಶೂಟಿಂಗ್ ಆರಂಭ ಆಗಲಿಕ್ಕಿದೆ. ಎಲ್ಲ ಶೂಟಿಂಗಿಗೆ ಸಿದ್ಧತೆ ಆಗ್ತಾ ಇದೆ. ಒಂದು ನಿರ್ಮಾಣ ಹಂತದ ಮನೆಯಲ್ಲಿ ಆಗ್ತಾ ಇದೆ ಎಲ್ಲ. ശരി ശരി. പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് യൂട്യൂബിലെ പറയും. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ നാട്ടിലേക്ക് വന്നല്ലോ, ഷൂട്ടിങ്ങിന് വന്നല്ലോ. തീർച്ചയായിട്ടും. എൻ്റെ പേര് മുകേഷ് OMR എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് എൻ്റെ വീട്. ഞാൻ അമൃത TV-യിലെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ മഴവിൽ മനോരമ, ബമ്പർച്ചിരി, അതേപോലെ നമ്മുടെ ഇപ്പോൾ ഫ്ലവേഴ്സിലുള്ള ഇത് ഐറ്റം വേറെ എന്നതിൻ്റെ പ്രോഗ്രാം. പിന്നെ അത്യാവശ്യം കുറച്ച് സിനിമകൾ ചെയ്തു. ഇപ്പോൾ റിലീസായ സിനിമ സഖാവ് ഗൗരി ശങ്കർ, മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ, പൊറാട്ട നാടകം. പിന്നെ ഇപ്പം ഈ മുൻതാം മൂവി ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഉത്തരഹള ഉള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ചെറിയൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. എൻ്റെ പത്രത്തിൻ്റെ പേര് കഥാപാത്രം പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയും. അവർ അനൗൺസ് ചെയ്യാതെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടികളൊക്കെ യൂട്യൂബിൽ കാണണം. ഓക്കെ, താങ്ക് യു. ಮುಮ್ತಾ ಸಿನಿಮಾದಲ್ಲಿ ನಟಿಸುವ ಇವರು ಶ್ರೀಯುತ ಉಮೇಶ್ ಸಿತ್ತಂಗೋಳಿ. ಪ್ರಥಮ ಬಾರಿಗೆ ಸಿನಿಮಾದಲ್ಲಿ
ಅಬ್ದುಲ್ಲ ಪಾತ್ರಧಾರಿಯಾಗಿ ಈ ಸಿನಿಮಾದಲ್ಲಿ ನಟನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಪುತ್ರಕಳ ಸಮೀಪ ಶೂಟಿಂಗ್ ನಡೀತಾ ಇದೆ. ಅಬ್ದುಲ್ಲ ಪಾತ್ರಧಾರಿ ಉಮೇಶ್ ಸಿತಂಗೋಡಿ. ನೀವು ಈ ದಿವಸ ನಮ್ಮ ಊರಿಗೆ ಪುತ್ರಕಳಕ್ಕೆ ಬಂದಿದ್ದೀರಿ. ಒಂದು ಮಲಯಾಳಂ ಸಿನಿಮಾದ ಶೂಟಿಂಗ್ಗೋಸ್ಕರ. ಏನು ಈ ಪಾತ್ರದ ನಿಮ್ಮ ರೋಲ್ ಏನು? ಅದೆಲ್ಲ ಇದೆ, ನನಗೆ ಅಷ್ಟೊಂದೇನಿಲ್ಲ, ಸಣ್ಣ ರೋಡ್ ಕೊಟ್ಟಿತ್ತು ಅಷ್ಟೇ. ನಿಮ್ಮ ಹೆಸರೇನು ಸರ್? ನನ್ನ ಹೆಸರು ಸುಬ್ಬ. ನೀವು ಯು ಆರ್ ಫ್ರಮ್ ಕುಂಬ್ಳೆ? ಹಾಂ. ಹಾಂ. ಮತ್ತು ವೃತ್ತಿಪರರಾಗಿ ನೀವು ಸಿನಿಮಾದವರ ಅಲ್ಲ? ಇಲ್ಲ ನಾನು ಫಸ್ಟ್ ಟೈಮ್. ಪುತ್ರಕಳದಲ್ಲಿ ಒಂದು ಹಾಡಿನ ಗೂಡು ನೋಡಿ, ಇಲ್ಲಿ ಸಿನಿಮಾಕ್ಕೋಸ್ಕರ ಮಾಡಿದ್ದು. ಸುನಿಲ್ ದ್ವಾರಕನವರು ನಿನ್ನೆ ಶೂಟಿಂಗಾಗಿ, ಇವತ್ತಿನ ಶೂಟಿಂಗಿಗೆ ಅದೇ ಡ್ರೆಸ್ಸಲ್ಲಿ ಪುನಃ ಬಂದಿದ್ದಾರೆ. ಸ್ವಲ್ಪ ಆಗ ಬೇರೆ ಡ್ರೆಸ್ ಇತ್ತು. ಇದು ನನ್ನ ಕಾಸ್ಟ್ಯೂಮು. ಇದರಲ್ಲಿ ನಾನು ಒಬ್ಬ ಪಂಚಾಯತ್ ಕಾರ್ಯಕರ್ತನಾಗಿ ಮತ್ತು ಅವ್ರ ಬಾಲರ್ ಗಾಡಿ ಡ್ರೈವರ್ ಆಗಿ ಸಹ ಸಣ್ಣ ಒಂದು ಪಾತ್ರ ಅಷ್ಟೇ. ನಂದು ಮೈನು ಇದರಲ್ಲಿ ಅಂದರೆ ಲೊಕೇಶನ್ ಮ್ಯಾನೇಜರು. ಹೌದು. ಆಮೇಲೆ ನಿನ್ನೆ ಇಲ್ಲಿ ಊರವರ ಬಗ್ಗೆ ನಾನು ಸ್ವಲ್ಪ ಹೇಳಿದೆ. ಅದರಲ್ಲಿ ಇದು ಕೂಡ ನೆನಪಾಯಿತು. ನಮ್ಮ ಆಡಿನ ಗೂಡಲ್ಲಿ ನಮ್ಮ ಅಡಿಕೆ ಮರ ಕೊಟ್ಟಿರೋದು ನಮ್ಮ ಇಲ್ಲಿಯವರ ಎಸ್ ಕೆ ಸುರೇಶ್ ಎಸ್ ಕೆ ಅಂತೇಳಿ ಅವ್ರು ಕೊಟ್ಟದ್ದು. ಅವರಿಗೆ ಅಂದರೆ ಏನೋ ಒಂದು ಊರವ್ರು ನಿಮಗೆ ಬೇಕಾದ ಹೌದೌದು ಬೇಕಾದ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಇಲ್ಲ ಊರವ್ರ ಬಗ್ಗೆ ಇವರು ಸಹ ನಮ್ಮ ಗುರುವರು ಫುಲ್ ಮಾತನಾಡ್ತಾ ಇದ್ರು. ಒಳ್ಳೆ ಅಭಿಪ್ರಾಯ. ಹೌದು. ನೀವು ಪುತ್ರಕಳ, ನೀವು ಲೊಕೇಶನ್ ಯಾವ ತುಂಬ ಸಮಯ ಹಿಂದೆ ಇಲ್ಲಿ ಬಂದಿದ್ದೀರಾ ನೋಡ್ಲಿಕ್ಕೆ? ನಾನು ಅಂದ್ರೆ ನನ್ನ ಊರಲ್ವಾ, ನನ್ನ ಪಂಚಾಯತೇ ಇದು. ನನ್ನ ಮಾವಿನಕಟ್ಟೆ. ಅಂದ್ರೆ ನಾವು ಇಲ್ಲಿ ಮಳೆಗಾಲ ಟೈಮಲ್ಲೆಲ್ಲ ಇಲ್ಲಿ ಆಫ್ ರೋಡ್ ಗಾಡಿ, ಓಪನ್ ಗಾಡಿ ಇದೆಲ್ಲ, ಇಲ್ಲಿ ಬರ್ತಾ ಇದ್ದೀವಿ, ಎಂಜಾಯ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಸೊ ಈ ಲೊಕೇಶನ್ ಅನ್ನು ನೀವು ಸಿನಿಮಾ ರಂಗಕ್ಕೆ ಒಂದು ಇಂಟ್ರಡ್ಯೂಸ್ ಮಾಡಿದ್ದೀರಿ. ಹೌದೌದು, ನಮ್ಮ ಊರು ಒಂದು ಸಲ ತೋರಿಸುವ ಅಂತೇಳಿ. ಒಳ್ಳೇದಾಯ್ತು. ಓಕೆ. ನಿಮ್ಮದು ಒಂದು ಮೊಟ್ಟೆ ಕತೆ ಸಿನಿಮಾ ನೋಡಿದಾಗ ಕಾಣ್ತೇನೆ, ನಿಮ್ಮನ್ನು ನೋಡುವಾಗ. ಹೌದೌದು, ಎಲ್ಲರೂ ಹೇಳ್ತಾರೆ. ಅದು ಸಹ ಒಂದು ಖುಷಿ ಬೇರೆ ಅದ್ರದ್ದು. ನಿಮ್ಮ ರಾಜ್ ಶೆಟ್ಟಿಯರಾಗಿ ಹೌದೌದು, ನಿಮಗೇನು ಅವರದು ಪ್ರತಿಯೊಂದು ಅಂದ್ರೆ ಫಸ್ಟ್ ಒಂದು ಮೊಟ್ಟೆ ಬರುವಾಗ ನನ್ನ ಒಂದು ಮೊಟ್ಟೆ ಕತೆ ಅಂತ ಕರಿತಾ ಇದ್ರು. ಆಮೇಲೆ ಗರುಡಗಮನ ವೃಷಮಾನ ಬಂದ ಮೇಲೆ ನನ್ನ ಮಂಗಳದೇವಿ ಶಿವ ಅಂತ ಹೇಳಿ ಕರಿತಾ ಇದ್ರು. ಆಮೇಲೆ ಟೋಬಿ ಬಂತು. ಟೋಬಿ ವರೆಗೂ ನನ್ನ ಹೆಸರು ಟೋಬಿ ಆಯ್ತು. ಇವಾಗ ಟರ್ಬೋ ಅವರದು ಲಾಸ್ಟ್ ಮಂತ್ ಇರೋದು, ಮಮ್ಮೂಟಿ ಸರ್ ಜೊತೆ ವಿಲನ್ ಪಾತ್ರ. ಅಂದ್ರೆ ಅದು ಸಹ ಸಕ್ಕತ್ತಾಗಿ ಮಾಡಿದ್ದಾರೆ ನಮ್ಮ ಶೆಟ್ರ ಬಗ್ಗೆ. ಮತ್ತೆ ಎಲ್ರಿಗೂ ಗೊತ್ತಲ್ಲ, ಶೆಟ್ರ ಗ್ಯಾಂಗೆ. ಸಿನಿಮಾದಲ್ಲಿ ಎಡೆಯಲ್ಲಿ ಒಂದೊಂದು ಆಕ್ಟ್ ಮಾಡ್ತಾ ಇರ್ತೀವಿ. ಅಂದ್ರೆ ಸಣ್ಣ ಸಣ್ಣ ಪಾತ್ರಗಳು ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಸೊ ನಿಮಗೆ ರಂಗದಲ್ಲಿ ಮುಂದುವರಿಯುವ ಒಂದು ಇಂಟ್ರೆಸ್ಟ್ ಇದೆ? ಇವಾಗ ಇಂಟ್ರೆಸ್ಟ್ ಇದೆ. ಅಂದ್ರೆ ನಂದು ಮೇನು ಆರ್ಟ್ ವರ್ಕ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇರೋದು ಮಲಯಾಳ ಮೂವಿಯಲ್ಲಿ. ಆಮೇಲೆ ಇಲ್ಲಿ ಮಂಗಳೂರು ತುಳು ಮೂವಿಯಲ್ಲಿ ಪ್ರೊಡಕ್ಷನ್ ವರ್ಕ್. ಅಂದ್ರೆ ಫಿಲ್ಮ್ ಇಂಡಸ್ಟ್ರಿಯಲ್ಲಿ ಯಾವೆಲ್ಲ ವರ್ಕ್ ಕರೀತಾರೆ ಅದಕ್ಕೆ ರೆಡಿ. When this film is going to be released? Any idea? രണ്ട് മാസം എഡിറ്റിംഗ് സംഭവം എല്ലാം കഴിഞ്ഞ് 2 മാസം എഡിറ്റിങ്ങിൻ്റെ ഓൾമോസ്റ്റ് 1-2 മാസം. Do you face any difficulties in shooting or No. getting things done or like that? No difficult. Okay. So thank you very much for Thank you. be part of my this shooting or my YouTube channel. Thank you. ഞാനല്ലേ നന്ദി പറയേണ്ടത്. Thank you. Today is the memorable day of the year 2025 to all.